ഈ കൊളസ്ട്രോളിന് കഴിക്കുന്ന മരുന്നുകൾ സ്റ്റാറ്റിൻ മരുന്നുകളാണ്. അത് കൊളസ്ട്രോളിനേക്കാൾ അപകടകാരിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. കൊളസ്ട്രോൾ ശരീരത്തിന് നല്ലതാണോ ദോഷമാണോ, എന്തുകൊണ്ട്? കൊളസ്ട്രോൾ നമ്മുടെ ബോഡിക്ക് ഒരു ദ്രോഹവും ചെയ്യുന്നില്ലെന്നാണ് പുതിയ പുതിയ പഠനങ്ങൾ പറയുന്നത്. അതായത് ബോഡിയിൽ ഇൻഫ്ലമേഷൻ കൂടുമ്പോൾ അതിനെ താത്താൻ വേണ്ടിയിട്ട് ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതാണ് കൊളസ്ട്രോൾ. അല്ലാതെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടോ ഒന്നും ഉണ്ടാകുന്ന കൊളസ്ട്രോൾ അല്ലത്. ഭക്ഷണത്തിലൂടെ അല്ല, നല്ലൊരു ശതമാനമല്ല, ഒരു ചെറിയ ശതമാനം മാത്രമേ ഭക്ഷണത്തിൽ കൂടെ കിട്ടുന്നുള്ളൂ. ബാക്കി നമ്മളെ ലിവർ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതാണ് കൊളസ്ട്രോൾ. നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുമ്പോൾ ഇൻഫ്ലമേഷൻ അവിടെ നിലനിൽക്കുകയും അപകടം കൂടുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ഈ കൊളസ്ട്രോളിന് കഴിക്കുന്ന മരുന്നുകൾ സ്റ്റാറ്റിൻ മരുന്നുകളാണ്. അത് കൊളസ്ട്രോളിനേക്കാൾ അപകടകാരിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഇൻഫ്ലമേഷൻ കൂടുമ്പോൾ അതിനെ കുറക്കാൻ വേണ്ടി പിന്നെ കൊളസ്ട്രോൾ കൂടും. നമ്മൾ ആ കൊളസ്ട്രോളിനെ താത്തിട്ട് കാര്യമില്ല. കൊളസ്ട്രോൾ വെറും മെസ്സഞ്ചറാണ്, നമ്മൾ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇതിനെ താത്താൻ വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കൊളസ്ട്രോളിനെ താത്തുകൊണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റുകളൊന്നും കുറയില്ല. ഇൻഫ്ലമേഷൻ കുറയല്ലേ വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ കുറയാണ് വേണ്ടത്. ഇൻഫ്ലമേഷൻ കുറയുന്ന ഭക്ഷണ രീതികളും കാര്യങ്ങളും നമ്മൾ മാറ്റുക. പിന്നെ നമ്മളുടെ ഭക്ഷണ രീതി അവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ മെസ്സഞ്ചർ എന്ന് പറഞ്ഞ പോലെ കൊളസ്ട്രോൾ നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് ബോഡി എന്താണോ നമ്മളോട് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല, ശരിക്കും പറഞ്ഞാൽ അപകടമാണ്. അപകടമാണെന്ന് മാത്രമല്ല, ഈ താത്താമണി കഴിക്കുന്ന മരുന്ന് കൊളസ്ട്രോളിനേക്കാൾ അപകടകാരിയാണ്. സ്റ്റാറ്റിൻ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അപകടകാരിയാണ്.